പ്രതീക്ഷയോടെ. കാരണം 9 ദിവസത്തെ ജയിൽവാസം ഏറ്റവും ക്ലേശകരമായ പ്രേക്ഷിത വൃത്തിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച കന്യാസ്ത്രീകൾക്ക് ഇത്തരമൊരു അവസ്ഥ നേരിടേണ്ടി വന്നു. മനുഷ്യക്കടത്ത്, ഒപ്പം തന്നെ നിർബന്ധിത മതപരിവർത്തനം, 2 ഗുരുതര വകുപ്പുകളാണ് ചുമത്തപ്പെട്ടത്. ഈ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഈ വകുപ്പുകൾ നിലനിർത്തി തന്നെയുള്ള നിയമ നടപടികളാണ് അവർക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ വീണ്ടും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒരുപക്ഷെ വീണ്ടും ജയിൽവാസം പോലെയുള്ള സാഹചര്യവും അവർക്ക് മുന്നിലുണ്ടാവാം. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ കൂടി ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഗുരുതര വകുപ്പുകൾ ചുമത്തപ്പെട്ടാണ് കന്യാസ്ത്രീകൾ ജയിലിന് ഉള്ളിലായിരിക്കുന്നത്. ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ജയിലിന് പുറത്തെ ദൃശ്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പുറത്തേക്ക് വരും എന്ന ഒരു പ്രധാനപ്പെട്ട കാത്തിരിപ്പ് കൂടി നമുക്ക് മുന്നിലുണ്ട്. MG മിഥുൻ, കന്യാസ്ത്രീകൾ ഓർഡർ വന്നാൽ ഉടൻ തന്നെ പുറത്തിറക്കും, അതിന് മറ്റു കാലതാമസം ഉണ്ടാവില്ല, അങ്ങനെയാണ് കരുതുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഓർഡർ ഉടൻ തന്നെ ജയിലധികൃതർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പോൾ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് കൂടി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു 2 മണിയോട് കൂടി അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേതാക്കളെല്ലാം തന്നെ പുറത്തുണ്ട്, അവരുടെ സഹോദരൻ പുറത്തുണ്ട്. ഒപ്പം തന്നെ ഈ 2 കന്യാസ്ത്രീകൾക്ക് പുറമെ ഈ ദളിത് പെൺകുട്ടികൾക്കൊപ്പം ഇവർക്കൊപ്പം അറസ്റ്റിലായ മറ്റൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. ഈ ദളിത് പെൺകുട്ടികളുടെ ഒരു സഹോദരനായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ വ്യക്തിക്ക് കൂടി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ 3 പേർക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും ഇതേ രീതിയിലുള്ള ഉപാധികളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ഇപ്പോൾ ഇവർക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാസ്പോർട്ട് അവിടെ കെട്ടിവെക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പരിഗണിച്ചുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിച്ചത്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ കോടതിയുടെ വിധിപ്പകർപ്പ് നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഭ്യമാകും. അതിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഛത്തീസ്ഗഡ് സർക്കാർ ഇതിൽ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ സാങ്കേതികപരമായിട്ട് രീതിയിലായിരിക്കുമോ ഈ ജാമ്യത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും സഹകരിക്കുകയാണോ ചെയ്തതെന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും നിലവിൽ നേരത്തെ അനൂപ് ആന്റണി ഉൾപ്പെടെ ഉള്ളവർ ചൂണ്ടിക്കാണിച്ച പോലെ അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകൾ ശരിവെക്കുന്നതാണോ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കന്യാസ്ത്രീകളെ സംബന്ധിച്ച് ഒരു താൽക്കാലിക ആശ്വാസമായി തന്നെ കരുതാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗുരുതര വകുപ്പുകളാണ്. ഈ 2 വകുപ്പുകളും അത് ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ കേസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് പോകണം എന്നുള്ള ആവശ്യമാണ് ജനപ്രതിനിധികൾ ഉന്നയിക്കുന്നത്. ആ ആവശ്യം അത് അംഗീകരിക്കുമോ? ഒപ്പം തന്നെ അതിൽ ചേർത്ത് വായിക്കപ്പെടേണ്ടത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി UDF MPമാർ നടത്തിയ കൂടിയാലോചനയിൽ ചില ഉറപ്പുകൾ ലഭിച്ചു എന്ന് പിന്നീട് MPമാർ തന്നെ പറഞ്ഞിരുന്നു. ആ ഉറപ്പുകൾ അത് പാലിക്കുമോ? അതായത് കേസ് റദ്ദാക്കുന്ന കാര്യങ്ങൾ ഈ ജാമ്യം ലഭിച്ച ശേഷം തീരുമാനിക്കാം, അതിലേക്ക് കടക്കാം എന്ന ഒരു ഉറപ്പായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള ചില വാക്കുകളായിരുന്നു MPമാർ പറഞ്ഞു വെച്ചത്. അത് ശരിയാണോ, അല്ലെങ്കിൽ അതിൽ ആ നടപടികളിലേക്ക് പോകുമോ, അതോ ഛത്തീസ്ഗഡ് സർക്കാർ ഉന്നയിച്ച പോലെ ഉള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ബജ്രംഗ് ദളിന്റെ നിലപാട്, മറ്റൊന്ന് RSSന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പോലെ തന്നെ അതിനനുസരിച്ച് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ മറ്റൊരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. 9 നാളുകൾക്ക് ശേഷം 2 കന്യാസ്ത്രീകൾക്കും ജയിൽ മോചിതരാകാൻ പോകുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ഇതിന്റെ കോടതിയുടെ ഓർഡർ ലഭിച്ചാൽ ഉടൻ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. അവരെ കാത്ത് ജനപ്രതിനിധികളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ജയിലിന് പുറത്തുണ്ട് എന്നുള്ളതാണ്. മിഥുൻ, ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയിലെടുത്ത ഒരു സ്റ്റാൻഡ് ഒരു പക്ഷേ ഈ ജാമ്യത്തിന് ഇടവച്ചിരിക്കാം. അതായത് ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന പ്രോസിക്യൂഷന്റെ വാദം. അതാവാം ഒരു പക്ഷേ ജാമ്യം സാധ്യമാക്കിയിട്ടുണ്ടാവുക. പക്ഷേ ഇവർക്കെതിരായ ആരോപണങ്ങൾ വകുപ്പുകൾ അതേപടി നിലനിൽക്കുകയാണ്. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇനിയും മുന്നിലുണ്ടല്ലോ. കണ്ടോ, 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. നിർബന്ധിത മതപരിവർത്തനവും ഉണ്ട്, ഒപ്പം തന്നെ മനുഷ്യക്കടത്തും. ഇത് 2ഉം ചുമത്തപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് ഈ ജാമ്യവ്യവസ്ഥ കർശനമാണ് എന്നതിനപ്പുറം കൂടുതൽ നിയമപ്രശ്നങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു. ജാമ്യം കിട്ടി എന്നത് ഒരു ആശ്വാസകരമാണ് എന്ന് പറയുമ്പോഴും വെല്ലുവിളികൾ ഇനിയും കാത്തിരിക്കുന്നു എന്ന് തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, സാങ്കേതികമായി മാത്രമായിരുന്നു ഇന്നലെ ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തത്. ഒപ്പം തന്നെ കോടതി പിന്നീട് ചോദിക്കുകയുണ്ടായി, ഈ 2 കന്യാസ്ത്രീകളെയും ഈ വകുപ്പുകളൊക്കെ ചുമത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡി ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ നിലവിൽ കസ്റ്റഡി അപേക്ഷ നൽകാൻ ഇല്ല.
കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന ഒരു അഭിപ്രായമായിരുന്നു അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് അത്തരത്തിലുള്ള മറുപടിയായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഈ 2 വകുപ്പുകൾ അത് നിലനിൽക്കും, അതുമായി ബന്ധപ്പെട്ട ചില നടപടികൾ സ്വീകരിക്കണം, ആ കേസുമായി ബന്ധപ്പെട്ട ഉള്ള കൃത്യമായ അന്വേഷണങ്ങൾ നടക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ബജ്രംഗ് ദളിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തിരുന്നു. ഇത്രത്തോളം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസാണ്, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചു. ഒപ്പം തന്നെ മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള കേസുകൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ സ്വീകരിച്ച നടപടി ഈ കേസിലും ഉണ്ടാകണം. ഈ കേസിൽ ജാമ്യം അനുവദിച്ചാൽ ഇനി ഇതേ രീതിയിലുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ആവശ്യമായിരുന്നു ബജ്രംഗ് ദളിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ പറയുകയും ചെയ്തത്. ഇപ്പോൾ നമ്മൾ ജയിലിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് ജനപ്രതിനിധികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് കന്യാസ്ത്രീകളുടെ ജാമ്യം അവിടെ ജനപ്രതിനിധികൾ അത് പങ്കെടുത്തു. बाहर देखना, केवल देखना, केवल केवल रोजेटा मधुरम मधुरम सर, वो मिठाई बांट करके सेलिब्रेशन हो रहा है, वो लाइव जा रहा है, वो मिठाई बांट रहे हैं लोग, सेलिब्रेशन कर रहे हैं. हाँ, मिठाई बांट करके सेलिब्रेशन कर रहे हैं. ठीक. ഇപ്പോൾ ജനപ്രതിനിധികൾ അതായത് ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി MP, പിന്നെ അൻവർ സാദ് MLA തുടങ്ങിയവരൊക്കെ, രവി മേത്തർ MP, റോജി എം ജോൺ അടക്കമുള്ള ജനപ്രതിനിധികൾ മധുരം വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ദുർഗ് ജയിലിന് മുന്നിലാണ് ഉള്ള കാഴ്ചയാണ്. ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ അവിടെയുണ്ട്, BJP പ്രതിനിധികളുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് മധുരം വിളമ്പുന്നു എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർക്കും ഒപ്പം തന്നെ അവിടെയുള്ള ജയിൽ ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഈ മധുരം വിളമ്പുന്ന അത്രത്തോളം സന്തോഷം അവർ പ്രകടമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിലൊരു വിധി വന്നത്. ജാമ്യം ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. 9 ദിവസത്തിന് ശേഷമാണ് ഈ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരാൻ പോകുന്നത്. ഇനി ചില സാങ്കേതിക വശങ്ങൾ കൂടി മാത്രമാണുള്ളത്. ജയിലിൽ നിന്നുള്ള ഓർഡർ കോടതിയിൽ നിന്നുള്ള ഓർഡർ അത് ജയിലധികൃതർക്ക് ലഭിക്കണം. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും. ഒരുപക്ഷെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഇവർ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. എന്തായാലും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച, ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു കേസായിരുന്നു ഛത്തീസ്ഗഡിലെ 2 മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്.